ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ്സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSലെ BSc നഴ്സിംഗ്, അതുപോലെ GNM, ANM ഇതിന്റെയൊക്കെ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ കുട്ടികൾ സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റിയിട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് LBS വെബ്സൈറ്റിൽ കയറുക. ഇത് രണ്ടിലും തന്നെയാണ് BSc നഴ്സിംഗിൻ്റെതും GNM, ANM കോഴ്സസിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ചാണ് ഞാൻ ആഡ് ചെയ്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് LBS BSc നഴ്സിംഗ് നോക്കാം. നമുക്ക് 9th അലോട്ട്മെന്റ് വന്നു. ഇനി 10th അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് വെക്കാനുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് തുടങ്ങുന്ന സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് NRI സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. NRI സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നോൺ കേരളൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റിന് പോകാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടുന്നതുമല്ല. NRI സ്റ്റുഡൻസിന് വേണ്ട സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് നോക്കി ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡോക്യുമെന്റ്സിന് പുറകിലായിട്ട് തന്നെ നിങ്ങളുടെ +2 SSLCയുടെ ഒക്കെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ് കോപ്പീസ്, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം, LBSൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻ ഫോം, ഇതെല്ലാമായിട്ടാണ് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിന് പോകേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കിയാൽ മതിയാകും. അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ റെഡിയാക്കേണ്ടത് കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മതി. കാരണം ചില കോളേജസ് സ്റ്റുഡൻസിനെ കൊണ്ട് പുറത്തു നിന്നാണ് വാക്സിനേഷൻസ് എടുപ്പിക്കുന്നത്. എന്നാൽ ചില കോളേജസ് അവരുടെ തന്നെ ഹോസ്പിറ്റൽസിൽ സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ചാൽ മാത്രം മതിയാകും. അതുപോലെ NRI സ്റ്റുഡൻസിന്റെ ഫീ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 lakh എബോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ഫസ്റ്റ് ഇയറിലുള്ള ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡിയാക്കി വെക്കുക. 4-ാം തീയതിയാണ് NRI സ്റ്റുഡൻസ് BSc നഴ്സിംഗിന് താല്പര്യമുള്ള കുട്ടികൾ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ കളമശ്ശേരി LBS സെന്ററിൽ പോകേണ്ടത്. ഏത് ജില്ലയിലുള്ള കുട്ടികളായാലും ഈ 2 സെന്ററിലാണ് നിങ്ങൾ പോകേണ്ടത്. അതുപോലെ കോപ്പീസ് ഒന്നുമല്ല NRI ഡോക്യുമെന്റ്സിൻ്റെത് കൊണ്ടുപോകേണ്ടത്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. കുറച്ച് കുട്ടികൾ കമന്റിൽ ചോദിച്ചതാണ് കോപ്പീസേ ഉള്ളൂ, പല ഡോക്യുമെന്റ്സും കിട്ടിയിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ നേരത്തെ കൂട്ടി ആ ഡോക്യുമെന്റ്സ് റെഡിയാക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ 3 ദിവസമാണ് നിങ്ങൾക്ക് തരുന്ന ടൈം. അതായത് ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 27-ാം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കണം. അതുപോലെ എല്ലാ കുട്ടികളും സ്പോട്ട് അലോട്ട്മെന്റിന് പോകുമ്പോൾ ടോക്കൺ ഫീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ കരുതുക. കുറച്ച് കുട്ടികൾ ചോദിച്ച ഡൗട്ടാണ്, GNMനാണ് കിട്ടിയത്, അത് കഴിഞ്ഞ് ഇനി BSc നഴ്സിംഗിന് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളാകാം, കിട്ടാത്തത് കൊണ്ട് GNMന് അപ്ലൈ ചെയ്ത് GNMന് കിട്ടിയ കുട്ടികളും ആകാം. അപ്പൊ അവർക്ക് ഈ LBS BSc നഴ്സിംഗിന്റെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. നിങ്ങൾക്കും പറ്റുന്നതാണ്. കാരണം LBSന്റെ തന്നെയാണ് GNMും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട്. ഈ കിട്ടിയ കുട്ടികൾ, അതായത് GNMും BSc നഴ്സിംഗ് ഒക്കെ വേറെ കോളേജിൽ കിട്ടിയ കുട്ടികൾ പിന്നെയും വേറെ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് മാറാനും കോഴ്സിലേക്ക് മാറാനും വേണ്ടി സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ അലോട്ട്മെന്റ് ഒന്നും ഇതുവരെയും കിട്ടാത്ത കുട്ടികളുടെ ചാൻസ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റ് ഇനിയും നടത്താനുള്ള ചാൻസ് വരികയും നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ലേറ്റ് ആവുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഒന്ന് നോക്കാട്ടോ. അതുപോലെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോവുക, ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടി, അതായത് GNM, ANM പോലെയുള്ള കോഴ്സുകൾക്ക്. പിന്നെ കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നതാണ്, സ്പോട്ട് അലോട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണോ എന്നുള്ളത്. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പോയി വാക്കൻസി എത്രയൊക്കെ ഉണ്ടോ അവിടെ മാത്രമാണ് നിങ്ങൾ ഓപ്ഷൻസ് വെക്കുന്നത്. ഈ ഓപ്ഷൻസ് വെച്ചതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, LBSൽ വന്നപ്പോഴുള്ള നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള വാക്കൻസി, ഇതെല്ലാം
നോക്കിയതിന് ശേഷം ഏതൊക്കെ കുട്ടികളാണോ വന്നിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്ര ശതമാനമുണ്ട്, ഇന്ന കാറ്റഗറി ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനൊരു ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ആരൊക്കെയാണ് സ്പോർട്ടിന് പങ്കെടുക്കുന്നത്, കുറച്ച് കുട്ടികൾ സ്പോർട്ടിന് പോകില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെയും വാക്കൻസി വരുന്നതായിരിക്കും. അതായത് സ്പോർട്ടിന് പോകാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ വേറൊരു സീറ്റ് വന്ന കുട്ടികൾക്ക് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെയാണ് സ്പോർട്ട് അലോട്ട്മെന്റിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് തീരുമാനമാക്കി പറയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ സ്പോർട്ട് അലോട്ട്മെന്റിന് പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഉറപ്പായും ടോക്കൺ ഫീസ് വേണം. അതായത് ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ കയ്യിൽ ടോക്കൺ ഫീസ് എന്തായാലും ഉണ്ടാകേണ്ടതാണ്. അതുപോലെ GNM-നുള്ള കുട്ടികൾ LBS BSc നഴ്സിംഗിന്റെ ഒക്കെ അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് GNM കിട്ടി അവിടുത്തെ ടോക്കൺ ഫീസും അടച്ച് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ LBS-ലോട്ട് വരുമ്പം സെയിം ടോക്കൺ ഫീ ഇങ്ങോട്ടേക്ക് മാറില്ല. LBS-ന്റെ BSc നഴ്സിംഗ് ടോക്കൺ ഫീ എന്ന് പറയുമ്പോൾ റേറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ആ ഒരു ക്യാഷ് ഒക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി നോക്കുക. അതിന് മുന്നോടിയായിട്ട് GNM-ന് നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സും ഫീസും ഒക്കെ തിരിച്ചു തരുമോ എന്നുള്ളതും അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 27-ാം തീയതിക്കകം LBSന്റെ BSc നഴ്സിംഗ് NRI സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റുകൾ സ്പോട്ട് അലോട്ട്മെന്റ് കഴിയുന്നതായിരിക്കും. അതിനുശേഷം പിന്നെയും ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. ഇതിനുശേഷമുള്ള സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട്, 27-ാം തീയതിയാണ് വരുന്നത്. അത് ജനറൽ ആൻഡ് SC/ST കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ജനറൽ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാറ്റഗറിയും അതിൽ ഉൾപ്പെടും. EWS, നിങ്ങളുടെ ഈഴവ, എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനെയാണ് ഈ ജനറലിൽ വന്നിരിക്കുന്നത്. എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റിൽ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വെച്ച് എങ്ങനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു തരാം. പോകേണ്ട LBS സെന്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആൻഡ് കളമശ്ശേരി LBS സെന്ററിലാണ് പോകേണ്ടത്. ബാക്കി ഏത് ജില്ലയിലുള്ള സ്റ്റുഡൻസ് ആയാലും ഈ 2 സെന്ററിലാണ് നിങ്ങൾ പോകേണ്ടത്. അവിടെ പോയതിനു ശേഷം വാക്കൻസി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവിടെ വെച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ഇൻഡെക്സ് മാർക്ക്, റിസർവേഷൻ, അതുപോലെ തന്നെ വാക്കൻസി എല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടാവുക. ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് ഒന്നേന്ന് അടയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി ടോക്കൺ ഫീസ് കയ്യിൽ കരുതുകയും വേണം. അതിനുശേഷം ഒറിജിനൽ ഡോക്യുമെന്റ്സും ബാക്കി ഫസ്റ്റ് ഇയറിലെ ഫീസുമായിട്ട് 29-ാം തീയതിക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ കോളേജിൽ പോയി ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കണം. LBS GNM ആൻഡ് ANM കോഴ്സസിന്റെ സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റിയിട്ട് പറയാം. ഒഴിവുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. GNM ആൻഡ് ANM കോഴ്സുകൾക്ക് ഇപ്പോൾ ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ട്. അതെല്ലാം അടുത്ത ഓൺലൈൻ അലോട്ട്മെന്റ് ആയിട്ടല്ല നടക്കുന്നത്, സ്പോട്ട് അലോട്ട്മെന്റ് ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. കാരണം ഈ മാസത്തോടു കൂടി അലോട്ട്മെന്റുകളെല്ലാം നിർത്തി നവംബറിൽ ക്ലാസ് തുടങ്ങണം എന്നുള്ള രീതിയിലാണ് അലോട്ട്മെന്റുകൾ മുന്നോട്ട് പോകുന്നത്. അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് കോളേജ് ഡിഫറെന്റ് ആയിട്ട് മാറി കിട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എവിടെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സും മാത്രം ചെയ്യുക. വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാം. LBS BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കമന്റ് കണ്ടിരുന്നു. നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് കോളേജിൽ നിന്നും ഒരു പെർമിഷൻ വേണം. അതാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. NOC സർട്ടിഫിക്കറ്റും നിങ്ങൾ ഓൾറെഡി കോളേജിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത കുട്ടികളാകാം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കോപ്പീസ്, അതായത് അറ്റസ്റ്റഡ് കോപ്പീസ് മതി. അതോടൊപ്പം തന്നെ NOC സർട്ടിഫിക്കറ്റും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റ് വഴി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സമയം തന്നിരിക്കുന്നതനുസരിച്ച് കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഓൾറെഡി കിട്ടിയ കോളേജിൽ ഡയറക്റ്റ് പോയി നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫീസും അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെന്റ്സും വാങ്ങിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ GNM ആൻഡ് ANMന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് വാക്കൻസീസ് ഇപ്പോഴും ഉണ്ട്. അതെല്ലാം സ്പോട്ട് അലോട്ട്മെന്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അവസാനത്തെ അലോട്ട്മെന്റ് ആണ്. ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു കോളേജിൽ വെച്ചു എന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എടുക്കണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി ഡോക്യുമെന്റ്സിന്റെ കേസിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടാവോ ആ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഇപ്പോൾ ഒറിജിനൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പീസ് ഉണ്ടാകണം അഡ്മിഷൻ എടുത്ത കുട്ടികൾ.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് അഡ്മിഷൻ എടുത്ത കുട്ടികൾ NOC സർട്ടിഫിക്കറ്റും നിങ്ങളുടെ അറ്റസ്റ്റഡ് കോപ്പീസുമായിട്ട് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്ത കോളേജ് വെച്ചു എന്ന് വിചാരിക്കുക. സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആ കോളേജ് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തതുണ്ടല്ലോ, ഇനിയിപ്പോ സ്പോട്ട് അലോട്ട്മെന്റിൽ നല്ലത് കിട്ടുവാണെങ്കിൽ ഓക്കെ അതിലോട്ട് ചേരാം, ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതിലോട്ട് വരാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി പറയുന്നു തരുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജ് ഓപ്ഷൻ വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജ് കിട്ടിയത്. അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കോളേജ് വെക്കരുത് എന്ന് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നതാണ്. സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജ് കിട്ടിയപ്പോൾ നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളായതുകൊണ്ട് അതങ്ങ് വേണ്ടാന്ന് വെക്കുവാണ്. നിങ്ങൾ അവിടെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിലും കിട്ടില്ല, നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തില്ലേ അവിടത്തതും റിജക്റ്റ് ആയി പോയിട്ടുണ്ട്, ആ കോളേജ് ക്യാൻസൽ ആയി. ഈ സ്പോട്ടിൽ എടുക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. നിങ്ങൾ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് ഉള്ള സീറ്റും പോയി, അതുപോലെ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ LBSന്റെ ടോക്കൺ ഫീ റീഫണ്ട് ആയിട്ട് കിട്ടുകയുമില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരുപാട് അലോട്ട്മെന്റുകളെല്ലാം നമ്മൾ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ പോലും പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജ് തന്നെ പിന്നെയും ഓപ്ഷൻസ് വെക്കുന്ന കുറെ കുട്ടികളുണ്ട്. നമുക്കത് കമന്റ് സെക്ഷനിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി വീഡിയോ ആയിട്ട് പോലും ഞാൻ ഇത് ഒന്നുകൂടി എടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി കണ്ടാലും അത് വിഷയമല്ല. അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും അഡ്മിഷൻ എടുത്ത കുട്ടികളും നിങ്ങളുടെ ഓൾറെഡി കിട്ടാൻ പോകുന്ന കോളേജും കിട്ടിയ കോളേജും ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ കാണാം.